പത്തരമാറ്റിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നവ്യയോട് അഭി പറയുന്നുണ്ട്, നയന തന്നെയാ പാലിൽ വിഷം കലർത്തിയത് നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി. അഭി, അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. നീയും നിന്റെ അമ്മയും ചെയ്താൽ പോലും അവൾ ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വാസം. അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളെയല്ല എൻ്റെ സഹോദരി. പിന്നെ ആരാ നവ്യ ഇത് ചെയ്തത്? നീ കുടിക്കേണ്ട പാലാന്ന് വല്യമ്മ എടുത്ത് കുടിച്ചത്. വല്യമ്മ ഈ ഗതിയിലായി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അത് നീയാ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ അഹങ്കാരമൊന്നും കാണില്ലായിരുന്നു. എനിക്ക് ബലമായ സംശയം നീയും നിന്റെ അമ്മയും കൂടി ആയിരിക്കും ഇത് ചെയ്തതെന്നാ. നിനക്കും നിന്റെ അമ്മക്കുമാണ് എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ അത്രയധികം ആഗ്രഹമുള്ളത്. അബി, സത്യം പറ, നീയും നിന്റെ അമ്മയും കൂടി തന്നെയല്ലേ ഇത് ചെയ്തത്? അല്ല, നിന്റെ അനിയത്തി നാന തന്നെ ഇത് ചെയ്തത്. അവളല്ലേ നിനക്ക് പാലെടുത്തു വെച്ചത്. ആ പാല് അവളല്ലാതെ മറ്റാരാ ഈ വിഷം ചേർക്കേണ്ടത്? അബി, നീ കൂടുതൽ കളിച്ചാലുണ്ടല്ലോ, സത്യങ്ങളെല്ലാം ഞാനങ്ങ് തെളിയിക്കും. എന്നാൽ നീ തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് തെളിയിച്ച് കാണിക്കേ. ഇതിനുള്ള തെളിവൊക്കെ എനിക്ക് വൈകാതെ കിട്ടും. അതെ, ഞങ്ങളെ സംശയിക്കുന്ന സമയത്ത് വേറെ ചിലരൊക്കെ ഈ വീട്ടിലുണ്ടല്ലോ, അവരെയും കൂടി ഒന്ന് സംശയിച്ചാൽ നിനക്ക് പെട്ടെന്ന് ആളെ കണ്ടെത്താൻ പറ്റും. വേറെ ആരെയാ നീ ഉദ്ദേശിച്ചത്? അപ്പം നിനക്കെല്ലാം അറിയല്ലേ? എന്ന സത്യം പറ. അതേടി, എനിക്കെല്ലാം അറിയാം, പക്ഷേ എനിക്ക് പറയാൻ മനസ്സില്ല. എടാ അബി, നീ പറയണ്ട, പക്ഷെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ ഇത് കേൾക്കും. എല്ലാ തെളിവ് ശേഖരിച്ചുകൊണ്ടേ അവരെ ഞാൻ പിടിക്കുന്നുണ്ട്. ഇത് ചെയ്തവരാരോ ആയിക്കോട്ടെ, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെയും എൻ്റെ കുഞ്ഞിനെ കൊല്ലുക എന്ന് മാത്രമാണ്. അത് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് കുറ്റം ചെയ്തവരൊക്കെ മറിഞ്ഞിരിക്കുന്നതും പോരായിട്ട് എൻ്റെ നയനയെ കുറ്റക്കാരിയാക്കുന്നോ? അതിന് ഞാൻ സമ്മതിക്കില്ല. എന്നാ നീ അന്വേഷിച്ച് പോയി കണ്ടെത്ത് എന്ന് പറയുന്നുണ്ട് അബി. അങ്ങനെ നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇത് ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. എന്നാലും ഇത് ആരായിരിക്കും ഈ ചെയ്തത്? എത്രയൊക്കെ അബിയല്ല ചെയ്തത് എന്ന് പറഞ്ഞാലും എനിക്ക് അവനെയും അവൻ്റെ അമ്മയെ തന്നെയാണ് ഫസ്റ്റ് സംശയം. എന്തായാലും അവരെ രണ്ടുപേരെയും ബാഗും റൂമൊക്കെ പരിശോധിക്കണം. അങ്ങനെ നവ്യ എന്ത് ചെയ്യുന്നുണ്ട്, അബിയുടെയും ജലജയുടെയും റൂമൊക്കെ അരിച്ചു പെറുക്കുന്നുണ്ട്. ഈ സമയത്ത് ജലജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്താടി എൻ്റെ റൂം കയറി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നവ്യ ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കുന്നുണ്ട്. അപ്പൊ ജലജ പറയുന്നുണ്ട്, നിൽക്കടെ എവിടെ? നീ എന്തിനാ എൻ്റെ മുറിയൊക്കെ പരിശോധിച്ചത്? അതെ, നിങ്ങൾ എനിക്ക് നല്ല സംശയമുണ്ട്, നിങ്ങളാണോ പാലിൽ വിഷം കലർത്തിയെന്ന്. അതൊന്ന് തീർക്കാൻ വന്നതാണ്. അയ്യോ, ഞാനല്ല, നിന്റെ അനിയത്തി നാനേ ഇത് ചെയ്തത്. അവൾക്ക് നല്ല അസൂയുണ്ട് നിനക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിന്, അതുകൊണ്ടാ. പിന്നെ കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിയുടെ പേരിൽ മുത്തശ്ശ സ്വത്ത് മുഴുവൻ എഴുതി വെക്കുമെന്ന് അവൾക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പം നവ്യ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഒരു അക്ഷരം വേണ്ടിപ്പോറ്, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്ക് സംശയം നിങ്ങളെയും നിങ്ങളെ മകനെയാണ്. അയ്യോ, ഇത് ചെയ്തത് ഞങ്ങളൊന്നുമല്ല, പക്ഷെ ചെയ്തവരെ എനിക്കും എൻ്റെ മോനും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇവരല്ല, അഭിയും ഇത് തന്നെയാണല്ലോ പറഞ്ഞത് അവൻ അറിയാന്ന്. അപ്പോൾ ഇനി സംശയിക്കേണ്ടത് അനാമികയും അവളുടെ അമ്മയാണ് എന്ന് മനസ്സ് പറയുന്നുണ്ട് നവ്യ. പിന്നീട് കാണിക്കുന്നത് നവ്യ അനാമികയുടെ മുറിയിലേക്ക് പോകുന്നതാണ്. അനാമികയുടെ റൂമൊക്കെ പരിശോധിക്കുമ്പോൾ അവിടുന്ന് ഒരു മരുന്നിൻ്റെ കുപ്പി കിട്ടുകയാണ്. അപ്പം നവ്യക്ക് എന്തോ ഒരു സംശയമൊക്കെ തോന്നിയിട്ട് നവ്യ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാണ് ഇത് എന്തിൻ്റെ മരുന്നാണെന്ന്. അപ്പോഴത് പോയിസൺ ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ വിവരം ഉടൻ തന്നെ നവ്യ നായനോട് പറയുന്നുണ്ട് കേട്ടോ. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് നായന ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമികയും അവളുടെ അമ്മയാണല്ലേ പാല് വിഷം കലർത്തിയത്. വിവരം മുത്തശ്ശൻ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സംഭവബഹുലമായ എപ്പിസോഡുകൾ കേൾക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.